ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. നമുക്ക് ഇന്ന് കപ്പ എല്ലാവർക്കും അറിയാം, ഇന്നത്തെ നമ്മുടെ ഒരു ഡിഷ്. എന്നാലും പുതിയൊരു തലമുറയ്ക്ക് അറിഞ്ഞൂടാകാത്ത പുതിയ തലമുറയിലേക്കാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. കപ്പ പുഴുങ്ങിയതും അതുപോലെ മുളക് ചതച്ചതും. അതിൽ നമുക്ക് ആദ്യം തയ്യാറാക്കുന്നത് കപ്പ പുഴുങ്ങിയത്. അപ്പോൾ കപ്പ പുഴുങ്ങാനായിട്ട് ഞാനിവിടെ ഇപ്പം ഈ കപ്പ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നാട്ടിൽ പോയപ്പം എടുത്തതാണ്. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കപ്പയാണ് ഇത് കൊണ്ടുവരികയും നിങ്ങളിലേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ സൈസ് കപ്പയായിരുന്നു. അപ്പോൾ 2 ഞാൻ കപ്പ എടുത്ത് ഇതുപോലെ ഒരു ചെണ്ടമുറിയൻ എന്ന് പറയും, ഇങ്ങനെ കട്ട് ചെയ്യുന്ന, നമ്മൾ കപ്പ എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താണ്. ഇത്തിരി കുറച്ച് വലിയ പീസായിട്ട്. കാര്യം ഇത് വെള്ളത്തിൽ തിളച്ച് വെന്ത് കുഴഞ്ഞു പോകരുത്, അതുകൊണ്ട് നല്ല വലിയ സൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ സൈസിന് എല്ലാം തന്നെ ഇതുപോലെ വലിയ സൈസിന് അരിഞ്ഞെടുത്തതാണ്. ഇതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു. ഞാൻ സിമ്മിൽ ഒക്കെ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചതാണ്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഫ്ലെയിം കുറച്ചപ്പോൾ അതിൻ്റെ തിളയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കപ്പയുടെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നല്ല തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ കപ്പയുടെ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കപ്പയുടെ എല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട്, എല്ലാ പീസും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഓരോ കപ്പയ്ക്കും ഓരോ ടൈമാണ് വേവിൻ്റെത്. ഇതിപ്പോൾ ഏകദേശം പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. നന്നായിട്ട് തിളച്ചൊരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും വെന്ത് വരുന്ന കപ്പയാണ്. ചിലത് വേവാൻ താമസമുള്ളതുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കപ്പയുടെ വേവ് അനുസരിച്ച് വേവിക്കുക. ഇതിപ്പം പെട്ടെന്ന് വേവുന്നതാണ്. ഞാനിപ്പം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ്. നന്നായിട്ട് നല്ല തിളച്ചതിന് ശേഷം ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അത് വെന്ത് ജസ്റ്റ് ഇതാണ്ട് ഇവിടെ ഒക്കെ വെന്ത് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കൈയും വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പം നന്നായിട്ട് ഇവിടെയൊക്കെ ആ വെന്ത് പൊട്ടിയ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ കളറിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ കപ്പ ഇടുന്നത്. അതുപോലെ നന്നായിട്ട് തിളച്ച് ഒരു 3/4 വേവ് നമുക്ക് ഊറ്റുന്നതിന് വാർക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് കഷ്ണത്തിൽ പിടിക്കാവുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ട് തിളപ്പിക്കാം. ആ ഒരു ഉപ്പിൻ്റെ കപ്പയിലും കൂടെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കപ്പയുടെ പീസ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ, ഇതല്ല നിങ്ങൾ നമ്മൾ ചോറൊക്കെ വെക്കുന്നത് പോലെ കലത്തിൽ ആ ഒരു സൈസ് പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ ചോറ് വാർക്കുന്നത് പോലെ വാർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് വെന്ത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന കപ്പ ആയതുകൊണ്ടാണ്. പല കപ്പയ്ക്ക് പല ടൈമാണ് വേവ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഒക്കെ നന്നായിട്ട് തിളക്കണം. അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുക്കറിനകത്തോ മറ്റോ 1-2 വിസിൽ കേൾപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നമുക്കെല്ലാം ഒന്ന് വാർത്തെടുക്കാം. അപ്പം കപ്പ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചും കൂടി എടുക്കാം. അതും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ കപ്പയ്ക്ക് മുളക് ചതയ്ക്കാനായിട്ട് മുളകും കൂടെ ചതയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് കയ്യിൽ ഒരു പിടിയിൽ കൂടുതൽ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് മുളക് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. അത് ഉള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ, മുളകിനെക്കാട്ടിലും ഉള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കാനായിട്ടും, അതുമല്ല ഈ മുളകിന് നല്ല സ്പൈസി, നല്ല എരിവുള്ള മുളകാണ്.
അതുകൊണ്ട് കൂടിയാണ് ഞാൻ 3 മുളക് എടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ മുളക് മാത്രം ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ജസ്റ്റ് മുളകൊന്ന് ചതച്ചിട്ടുണ്ട്, അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് നമ്മൾ 2 തവണ ഒന്ന് സ്വിപ്പ് ചെയ്ത് കറക്കിയെടുത്താൽ മതി. ഉള്ളിയും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്കിപ്പം ഇടികല്ല്, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനുള്ള കല്ലുണ്ടെങ്കിൽ അതിനകത്ത് ഇടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നില്ല, നമുക്കതിന് പകരം വെളിച്ചെണ്ണയാണ്. എല്ലാവരും അത് ഇപ്പം കുറച്ച് ഓയിൽ കൂടുതലാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അല്ല, നമ്മൾ ഈ മുളക് ചതയ്ക്കുന്നതിന് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് വെള്ളം നമ്മൾ ആഡ് ചെയ്യാറില്ല, വെളിച്ചെണ്ണ മാത്രമാണ് എടുക്കാറുള്ളത്. അപ്പം മുളകും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കപ്പയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. കപ്പയും ഉള്ളി മുളകും ചതച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ആ ഉള്ളിയുടെയും ഒക്കെ ഒരു ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല രുചിയുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, എരിയുള്ള മുളകാണെങ്കിൽ കുട്ടികൾക്കും കൂടെ കൊടുക്കാനായിട്ട് കുറച്ചെടുക്കുക. കാര്യം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഒരു സ്പെഷ്യൽ ഒരു നാടൻ വിഭവം തന്നെയാണ്, തികച്ചും നാടൻ വിഭവമായിട്ടുള്ള ഈ ഒരു കപ്പയും മുളകും. തീർച്ചയായിട്ടും ഇത് കാണുമ്പം വീട്ടിൽ കപ്പ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ എടുക്കുക, കപ്പ തയ്യാറാക്കുക. അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മഴക്കാലത്തൊക്കെ വൈകുന്നേരത്ത് ഈവനിങ്ങിലൊക്കെ നല്ല ചൂട് കപ്പയും മുളകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.